എങ്കിലും ഒരു അവസരം ബാക്കിയുണ്ടോ? ഒരിക്കൽ കൂടി ഒരു അർജന്റീനയ്ക്ക് അനുകൂലമായി ഒരു ഫൗൾ വിസിൽ ഉയരുന്ന ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. അർജന്റീനയ്ക്ക് അനുകൂലമായി എല്ലാവരും ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആ പന്തുമായി മധ്യവരയ്ക്ക് തൊട്ടടുത്ത് വന്ന് ആ പന്ത് പ്ലേസ് ചെയ്തുകൊണ്ട് അവസാന നിമിഷ ശ്രമങ്ങളിലേക്ക് എത്തുകയാണ്. ഇതൊരു പക്ഷേ അർജന്റീനയുടെ ഈ മത്സരത്തിലെ ഏറ്റവും അവസാനത്തെ ശ്രമമായി മാറാനുള്ള സാധ്യതയാണ് ഉള്ളത്. അത് ക്ലിയർ ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ സ്പെയിൻ ക്ലിയർ ചെയ്യുന്നു. ഫൈനൽ വിസിൽ ഉയരുന്നു. അങ്ങനെ വിശ്വ വിജയികളായിരിക്കുകയാണ് സ്പെയിൻ. രണ്ടാം ലോക കിരീടം 2010 ശേഷം 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്പെയിൻ വിശ്വ വിജയികളാകുന്നു. അതും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ, ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിന്റെ കാലുകൊണ്ട് ഇതുവരെ മുന്നോട്ടു പോയ അർജന്റീനയെ കലാശപ്പോരിൽ ഒറ്റ ഗോളിന് വീഴ്ത്തിക്കൊണ്ട് സ്പെയിൻ ലോക ചാമ്പ്യന്മാരാകുന്നു. സ്പെയിനിന്റെ ജേഴ്സിയിൽ ഇതാ 2 നക്ഷത്രങ്ങൾ ഇനി തിളങ്ങി നിൽക്കും. 2010 നേടിയ ആ ഒരു ലോക കിരീടം, ഒപ്പം തന്നെ 2026 ഇത്തവണ നേടുന്ന രണ്ടാമത്തെ ലോക കിരീടം, 2 നക്ഷത്രങ്ങൾ ഇനിയിപ്പോൾ ആ ഒരു ജേഴ്സിയിൽ സ്പാനിഷ് കുപ്പായത്തിൽ തിളങ്ങി നിൽക്കും. അഭിനന്ദിക്കുകയാണ് ലയണൽ സ്കാലോണി സ്പാനിഷ് താരങ്ങളെ എന്ന് തോന്നുന്നു. അല്ല, അവിടെ ഒരു ബഹളമുണ്ട്, തർക്കമുണ്ട്, സ്വാഭാവികമാണ്. മത്സരത്തിന് ശേഷമുള്ള തർക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ വന്ന അർജന്റീന വളരെ നിരാശയോടെ മടങ്ങുന്നു. അത്ഭുത ബാലനായിട്ടുള്ള ലമിൻ യമാൽ, അദ്ദേഹത്തിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള ലയണൽ മെസ്സിയെ തോൽപ്പിച്ചുകൊണ്ട്, ലയണൽ മെസ്സിയെയും സംഘത്തെയും തോൽപ്പിച്ചുകൊണ്ട്, ലയണൽ മെസ്സിക്ക് ഒരു ഫൈനൽ പരാജയം കൂടി സമ്മാനിച്ചുകൊണ്ട് 2014 ജർമ്മനിയോട് തോറ്റ് തല താഴ്ത്തി ഗോൾഡൻ ബൂട്ടും കയ്യിലെടുത്ത് വളരെ സങ്കടത്തോടെ നിന്ന ലയണൽ മെസ്സിയെ നമുക്ക് ഓർമ്മയുണ്ട്. അതിന് ശേഷം പിന്നീട് കോപ്പ കിരീടങ്ങളും തുടർ വിജയങ്ങളും ഒക്കെയായി ലോക കിരീടവും നേടിയ ലയണൽ മെസ്സിയെ ഓർമ്മയുണ്ട്. പക്ഷേ ഇത് ഒരു തീ പോരാട്ടം, ലാ റോജ സ്പാനിഷ് താരങ്ങളുടെ പടയോട്ടം തന്നെയാണ്. പണ്ട് തങ്ങളുടെ കോളനിയായിരുന്ന അർജന്റീനയെ ഇപ്പോൾ ഇവിടെ വന്ന് വീണ്ടും പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പെയിൻ, സ്പാനിഷ് താരങ്ങൾ ലോക വിജയം, ലോക കിരീടം നേടുന്നു. ഒരു മത്സരം പോലും പരാജയപ്പെടാതെ, ഈ ടൂർണമെന്റിൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെ, ആകെ കേപ്പ് വെർഡെക്കെതിരെയുള്ള ഒരു സമനില മാത്രമാണ്, ഒരേ ഒരു ഗോൾ മാത്രമാണ് അവർ വഴങ്ങിയിട്ടുള്ളത്. അതും ബെൽജിയത്തിനെതിരെ ഒരു ഗോൾ മാത്രം വഴങ്ങിക്കൊണ്ട് 14 ഗോളുകൾ നേടിക്കൊണ്ട് സ്പെയിൻ, സ്പാനിഷ് താരങ്ങൾ ലോകം ജയിച്ചിരിക്കുന്നു, വിശ്വം ജയിച്ചിരിക്കുന്നു, ലോക ജേതാക്കളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. റോഡ്രി എന്ന് പറയണം. റോഡ്രി അവരുടെ ഒരു എൻജിൻ തന്നെയായിരുന്നു. സ്പാനിഷ് താരങ്ങളുടെ, സ്പെയിനിന്റെ ഇന്നത്തെ മത്സരത്തിൽ ഒരു എൻജിൻ പോലെ പ്രവർത്തിച്ചത് റോഡ്രി തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. എവിടെ നോക്കിയാലും റോഡ്രിയെ കാണാമായിരുന്നു. ആദ്യ നിമിഷങ്ങളിലൊക്കെ ലയണൽ മെസ്സിയെ കൃത്യമായി പിടിച്ച് ലയണൽ മെസ്സിയെ മാർക്ക് ചെയ്ത് അവരിലേക്കുള്ള പന്തുകൾ, ആ ഒരു സപ്ലൈ അർജന്റീന താരങ്ങളുടെ മുന്നേറ്റ താരങ്ങളിലേക്ക് പന്ത് എത്തിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഏതായാലും നിരാശയോടെ നിൽക്കുന്ന അർജന്റീന ആരാധകരുടെ മുഖം കാണാൻ കഴിയുന്നുണ്ട്. വളരെയേറെ സങ്കടത്തോടെ കരയുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയും. റഹീമിന്റെ ചുമലിൽ കിടക്കുന്ന കുഞ്ഞിനെ കാണാൻ കഴിയും. വളരെ സങ്കടമുണ്ടും, സ്വാഭാവികം. മറുവശത്ത് സ്പാനിഷ് ആരാധകർക്ക് അപ്പുറത്തേക്ക് സ്പെയിൻ, പോർച്ചുഗൽ, മറ്റെല്ലാ രാജ്യങ്ങളുടെയും ആരാധകരാണ് ഈ ആനന്ദ നൃത്തം ചവിട്ടുന്നത് എന്ന് കാണാൻ കഴിയും. അവിടെ സ്പാനിഷ് ആരാധകർക്ക് അപ്പുറം കൂടുതലായും പോർച്ചുഗൽ, ബ്രസീൽ, അത്തരത്തിൽ എല്ലാ ആരാധകരുടെയും ആനന്ദ നൃത്തം കാണാനും കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ. ഏതായാലും വളരെ നിരാശ. കാരണം ഈ ഒരു വിജയം സ്പെയിൻ അർഹതപ്പെട്ടത് തന്നെയാണ്. ലയണൽ മെസ്സിക്കും സംഘത്തിനും ഇന്നത്തെ മത്സരത്തിൽ ജയിക്കാൻ അർഹതയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഫെറാൻ ടോറസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇടിച്ചു കയറിയ ടോറസ് ഇടിച്ചു കയറി എന്നതിൽ യാതൊരു സംശയവുമില്ല. 2 ഗോൾ നേടേണ്ടതായിരുന്നു ഫെറാൻ ടോറസ്. പക്ഷേ രണ്ടാമത്തെ ഗോൾ ഓഫ് സൈഡ് വിധിക്കപ്പെടുന്നു. ഏതായാലും സ്പെയിന് 2ാം കിരീടം സ്വന്തമാകുന്നു. 16 വർഷത്തിന് ശേഷം അവർ ഒരിക്കൽ കൂടി ലോക ജേതാക്കളായി മാറുന്നു. സ്പാനിഷ് സംഘം, സ്പെയിൻ ഏതായാലും 2 കിരീടവുമായി സ്പെയിൻ ഈ നിമിഷം തല ഉയർത്തി നിൽക്കുകയാണ്. ഇനി ആ ഒരു സുവർണ കിരീടം അവരുടെ കൈകളിൽ ഉയർന്നു നിൽക്കും. അടുത്ത 4 വർഷം യൂറോപ്പിലായിരിക്കും. ഇനി ഒരു ലാറ്റിൻ അമേരിക്കൻ സംഘം ഇനി ഈ കിരീടം നേടാൻ എത്ര നാളെടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ഇനി ഒരു ലാറ്റിൻ അമേരിക്കൻ സംഘത്തിന്. 2002 ബ്രസീൽ ലോക കിരീടം നേടിയതിനു ശേഷമുള്ള കാത്തിരിപ്പ് നീണ്ടത് 20 വർഷമായിരുന്നു. അത് ഈ കഴിഞ്ഞ തവണ അർജന്റീന ഖത്തറിൽ വിശ്വകിരീടം ഉയർത്തിയപ്പോൾ അവസാനിച്ചതാണ്. പക്ഷേ ഇനി, കാരണം ഈ യൂറോപ്പിലാണ് ഫുട്ബോൾ ഇപ്പോൾ കൂടുതലായും ലാറ്റിൻ അമേരിക്കയുടെ പഴയ കരുത്തും സൗന്ദര്യവും ഒക്കെ ചോർന്നു പോകുന്നത് കണ്ടു. പക്ഷേ ഏതായാലും ഒരിക്കൽ കൂടി സ്പെയിൻ ലോക ജേതാക്കളാകുന്നു. കണ്ണീരണിഞ്ഞ അർജന്റീന ആരാധകരുടെയും അതുപോലെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന മറ്റ് ആരാധകരെയും നമുക്ക് കാണാൻ കഴിയും. നമുക്കൊന്ന്